സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് വൈ വിച്ച് സാറ്റിസ്ഫൈസ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആവാം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയാലും അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വൈനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. ദർ ആർ ടു ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. നമുക്കറിയാം ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടതിൽ നമ്മൾ ജനറൽ സൊല്യൂഷനും പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ ആണ് ജനറൽ സൊല്യൂഷൻ. അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും, എ ബി അങ്ങനെ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ജനറൽ സൊല്യൂഷനാണ്. ഇനി ആ ആർബിട്രറി കോൺസ്റ്റൻസിന് പെർട്ടിക്കുലർ വാല്യൂസ് കൊടുത്തിട്ട് കിട്ടുന്ന സൊല്യൂഷനാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്, ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോണ പ്രോബ്ലംസ് വൈ തന്നിട്ടുണ്ടാവും, അത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വൈയുടെ ഡെറിവേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്ത് നോക്കുക. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷനാണെന്ന് പറയും. പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y is equal to e raised to minus 3x is a solution of the differential equation d square y by dx square plus dy by dx minus 6y equal to 0. അപ്പോൾ നമ്മൾ y സ്റ്റാർട്ട് ചെയ്യണം. ഗിവൺ y is equal to e raised to minus 3x. നമുക്കിനി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവും വരുന്നുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടു നോക്കണം. അപ്പോൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy by dx കാണാം. dy by dx ഈക്വൽ ടു ചെയിൻ റൂളാണ് ചെയ്യേണ്ടത്. അപ്പോൾ e raised to minus 3x ഇൻറ്റു മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് -3. അപ്പോൾ -3 e raised to minus 3x എന്ന് വരും. Differentiating again with respect to x, we get d square y by dx square equal to -3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ -3 ഇൻറ്റു e raised to minus 3xൻ്റെ ഡെറിവേറ്റീവ് e raised to minus 3x ഇൻറ്റു -3. അപ്പോൾ 9 e raised to minus 3x എന്ന് വരും. ഇനി നമ്മൾ ഈ dy by dxും d square y by dx സ്ക്വയറും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുകയാണ്. വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റ് സൈഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് substituting in differential equation we get 9 e raised to minus 3x plus -3 e raised to minus 3x minus 6 into e raised to minus 3x, and it is equal to 9 e raised to minus 3x minus 9 e raised to minus 3x which is equal to 0. അപ്പോൾ റൈറ്റ് സൈഡ് 0 നമുക്ക് കിട്ടി. Therefore y equal to e raised to minus 3x is a solution of the given differential equation. Now question number 2. Verify that the function y is equal to a cos x plus b sin x where a comma b element of R is a solution of the differential equation d square y by dx square plus y equal to 0. ഇവിടെ തന്നിട്ടുള്ളത് എയും ബിയും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ല, ജനറൽ സൊല്യൂഷനാണ് കേട്ടോ. ഇനി നമുക്ക് വൈന്ന് സ്റ്റാർട്ട് ചെയ്യാം. y is equal to a cos x plus b sin x, then differentiating dy by dx equal to a into cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x plus b into sin xൻ്റെ ഡെറിവേറ്റീവ് cos x. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -a cos x മൈനസ് b sin x. രണ്ടിൽ നിന്നും നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്താൽ നെഗറ്റീവ് ഓഫ് a cos x പ്ലസ് b sin x വിച്ച് ഇസ് ഈക്വൽ ടു -y. ബ്രാക്കറ്റിലുള്ളത് y ആണല്ലോ, അപ്പോൾ -y എന്ന് കൊടുക്കാം. ഇനി ആ -y ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തി. Therefore y equal to a cos x plus b sin x is a solution of the given differential equation. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ സൊല്യൂഷനാണെന്ന് കാണിക്കാം. ഒരു മെത്തേഡ് ഇതാണ്, തന്നിട്ടുള്ള വൈയുടെ ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷനാണ്. ചില കേസിൽ നമ്മളിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കോൺസ്റ്റൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട്
നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡയറക്റ്റ് കിട്ടും. അപ്പോഴും അതതിൻ്റെ സൊല്യൂഷനാണ്. ഇങ്ങനെ 2 തരത്തിൽ സൊല്യൂഷനാണെന്ന് കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഷോ ദാറ്റ് y equal to root of a square minus x square, x element of open interval minus a is a solution of the differential equation x plus y dy by dx equal to 0 where y not equal to 0. അപ്പോൾ നമുക്ക് y ന്ന് സ്റ്റാർട്ട് ചെയ്യാം. Given y is equal to root of a square minus x square, differentiating we get dy by dx equal to 1 by 2 root a square minus x square. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2x. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് -x ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dy by dx ഈക്വൽ ടു -x. ദാറ്റ് ഈസ് y dy by dx. റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ y ആണല്ലോ. y dy by dx plus x equal to 0. That is x plus y dy by dx equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തി. Therefore y equal to root of a square minus x square is a solution of the given differential equation. Next question number 4. Verify whether x plus y equal to tan inverse y is a solution of the differential equation y square into y dash plus y square plus 1 equal to 0. ഇവിടെ തന്നിട്ടുള്ളത് y in terms of x അങ്ങനെയല്ല, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. Given x plus y equal to tan inverse y. Differentiating with respect to x on both sides, we get 1 plus y dash equal to 1 by 1 plus y square. Tan inverse y യുടെ ഡെറിവേറ്റീവ് 1 by 1 plus y square into y യുടെ ഡെറിവേറ്റീവ് y dash. Therefore we can write 1 plus y square into 1 plus y dash equal to y dash. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 plus y dash plus y square plus y square y dash equal to y dash. ഇനി ലെഫ്റ്റിലെയും റൈറ്റിലെയും y dash ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് y സ്ക്വയർ വൈ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. Therefore we can say that x plus y equal to tan inverse y is a solution of the differential equation y square into y dash plus y square plus 1 equal to 0. Next, question number 5. Verify whether y is equal to root of 1 plus x square is a solution of the differential equation y dash equal to xy divided by 1 plus x square. അപ്പോൾ y in terms of x ആയിട്ടാണ് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. y is equal to root 1 plus x square. Differentiating we get dy by dx equal to 1 by 2 root 1 plus x square into 1 plus x squareൻ്റെ ഡെറിവേറ്റീവ് 2x ഈക്വൽ ടു 2 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് x ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യണത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? എക്സ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇതിൽ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയറിന് y എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഡിഫറൻഷ്യൽ ഇക്വേഷനായി. Therefore y equal to root 1 plus x square is a solution of the differential equation y dash equal to xy divided by 1 plus x square. അപ്പോൾ 2 തരത്തിൽ നമുക്ക് y സൊല്യൂഷനാണെന്ന് കാണിക്കാം. ഒരെണ്ണം ഇതാണ്, വൈയുടെ ഏതൊക്കെ ഡെറിവേറ്റീവ്സാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരണേന്ന് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ മെത്തേഡ് ഇതാണ്. ഇപ്പോൾ എത്ര കോൺസ്റ്റൻസ് ഉണ്ട് എന്ന് നോക്കുക വൈയിൽ. അത്രയും പ്രാവശ്യം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ചില കേസിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണെങ്കിലും വൈ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്.